CPM-കാരൻ കൈ കാണിച്ചിട്ട് കേരളം നിർത്താതെ പോയതിന് പാവപ്പെട്ട KSRTCയുടെ നെഞ്ചത്ത് കയറിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ട്? കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്ത ഇന്ദിരാ ഗ്യാരണ്ടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇന്നലെ നടപ്പിലാക്കിയതിനു ശേഷം ഒരു വശത്ത് CPM-കാരന്റെ അലമുറയിട്ടുകൊണ്ടുള്ള നിലവിളി, മറ്റൊരു വശത്ത് സമരമെന്ന് പറഞ്ഞുകൊണ്ടുള്ള BJP-കാരന്റെ കോമഡി ഷോ. ഇതിനെല്ലാം ഇടയിലൂടെ നിശ്ചയദാർഢ്യത്തോടെ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ പിണറായി 3.0 നടപ്പിലാക്കാൻ വേണ്ടി കാശ് വാങ്ങി കൊട്ടേഷൻ എടുത്തിട്ട് ജനങ്ങൾ 3.0 ആക്കി മാറ്റിയ മാധ്യമപ്രവർത്തകരുടെ കുത്തിത്തിരിപ്പ് വേറെ. UDF-ന്റെ സർക്കാർ ചുമതല ഏറ്റെടുത്ത് രണ്ടാമത്തെ ദിവസം മുതൽ CPM-ഉം CPM-ന്റെ മാധ്യമപ്രവർത്തകരും BJP-കാരും ഒന്നിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, എവിടെ നിങ്ങൾ വാക്ക് പറഞ്ഞ കേരളത്തിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതി? ഒന്ന് ആലോചിച്ചു നോക്കണം. 2021 തിരഞ്ഞെടുപ്പിൽ ജയിക്കാൻ വേണ്ടി കേരളത്തിലെ ക്ഷേമ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് 2026 ചുമതല ഒഴിയുന്നത് വരെ ആ പണം വർദ്ധിപ്പിക്കാതിരുന്ന വിജയനോട് ഒരാൾ പോലും ആ ചോദ്യം ചോദിച്ചിട്ടില്ല. എന്നിട്ടും ശ്രീ VD സതീശനോട് ചോദിക്കുമ്പോൾ ചുമതല ഏറ്റെടുത്ത് 27ാമത്തെ ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നാടിനോട് പറയുകയാണ്, ഞങ്ങൾ വാക്ക് നൽകിയ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ഇതാ നടപ്പിലാക്കിയിരിക്കുന്നു. അത് നടപ്പിലാക്കിയതിനു ശേഷവും ഒരർത്ഥവുമില്ലാത്ത കുറേയേറെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും ആക്ഷേപങ്ങളുമായി CPM കടന്നു വരികയാണ്. അതിൽ ഏറ്റവും ചൈൽഡിഷായി തോന്നിയ ആരോപണം ഇന്ന് ഉന്നയിച്ചത് CPM-ന്റെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവും മറ്റുമാണെന്നാണ് തോന്നുന്നത്. കാരണം ഡൽഹിയിലൊക്കെ പോകുമ്പോൾ അവർ കോട്ടിടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീമതി ടീച്ചർ പറഞ്ഞത്, അത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി അത് 9 മണി തൊട്ട് എന്നുള്ളത് രാവിലെ 6 മണി തൊട്ടായി പുനഃക്രമീകരിക്കണം. ആദ്യം പ്രവർത്തകർ പറഞ്ഞു, ഇതിന് സമയമൊന്നുമില്ലല്ലോ ടീച്ചറെ. അപ്പോൾ ഒരു ചളുപ്പും ഉളുപ്പുമില്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ടീച്ചർ. ഇതുപോലെയാണ് CPM-കാർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെല്ലാം ജനങ്ങൾ പൊളിച്ചെടുക്കുമ്പോൾ ഒരു ഉളുപ്പും ചളുപ്പും ഇല്ലാതെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് CPM-കാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ആദ്യഘട്ടത്തിൽ ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ് നടപ്പിലാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ CPM-കാർ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം, ഇതാകെ 437 ബസ്സല്ലേ ഉള്ളൂ, അതൊരു തട്ടിപ്പല്ലേ, ജനങ്ങളെ പറ്റിച്ചതല്ലേ എന്നാണ്. സത്യം അതാണ്. ചില കണക്കുകൾ പരിശോധിക്കാം. കേരളത്തിൽ KSRTCയുടെ ഉടമസ്ഥതയിലുള്ള ആകെ ബസ്സുകൾ 5765. അതിൽ തന്നെ ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 3125. അതായത് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി ലഭിക്കുവാൻ പോകുന്നത് 3125 ബസ്സിലാണ്. 437 ബസ്സല്ല കേട്ടോ. ഇത് ശതമാനം എടുക്കുമ്പോൾ കേരളത്തിലെ ആകെ KSRTC ബസ്സുകളുടെ 55%-ലും സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കുവാൻ പോവുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതിയല്ലേ, ഫ്രീ ബീസ് അല്ലേ, ഇത് തെറ്റല്ലേ എന്ന് ചോദിക്കുന്നവരോടുള്ള മറുപടി, ഇത് കേവലമായ ഒരു സൗജന്യ യാത്രാ പദ്ധതി മാത്രമല്ല, ശക്തമായ സ്ത്രീ ശാക്തീകരണം ഇതിന് പിന്നിലുണ്ട്. എങ്ങനെയാണെന്ന് പറയാം. അതായത് സ്ത്രീകൾ ഇപ്പോൾ യാത്ര ചെയ്യുവാൻ വേണ്ടി ചെലവഴിക്കുന്ന തുക അതവർക്ക് സേവ് ചെയ്യുവാൻ കഴിയും. അത് മറ്റ് ക്രയവിക്രയങ്ങൾക്കും കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടും അവർക്ക് ഉപയോഗിക്കാൻ കഴിയുമ്പോൾ സ്ത്രീ ശാക്തീകരണം നടപ്പിലാകുന്നു. ഇതിന് പിന്നിലൊരു പാരിസ്ഥിതിക ലക്ഷ്യമുണ്ട്. ഇപ്പൊ സ്കൂട്ടറിലുമൊക്കെയായി യാത്ര ചെയ്യുന്ന സ്ത്രീകൾ സൗജന്യ യാത്രാ പദ്ധതി വരുമ്പോഴത്തേക്കിന് KSRTC കൂടുതലായി പൊതുഗതാഗതത്തെ കൂടുതലായി ആശ്രയിക്കും. അങ്ങനെ റോഡിലെ തിരക്ക് കുറയ്ക്കുവാനും കഴിയും, അതുപോലെ തന്നെ കാർബൺ എമിഷൻ കുറയ്ക്കുവാൻ കഴിയും. അപ്പോൾ ഇതിന് പാരിസ്ഥിതികമായ മാനങ്ങളുമുണ്ട്. ഇങ്ങനൊരു സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിന്റെ പേരിൽ മാത്രം ആളുകൾ ബസ്സിൽ കയറുമോ എന്ന് ചോദിച്ച ചില ആളുകളുണ്ട്. അവരോട് പറയാനൊരു കണക്കുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച കേരളത്തിൽ ആകെ യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 6.9 ലക്ഷമായിരുന്നു. എന്നാൽ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയ ഇന്നലെ തിങ്കളാഴ്ച യാത്ര ചെയ്ത സ്ത്രീകളുടെ എണ്ണം 9.62 ലക്ഷമാണ്. ഏതാണ്ട് 3 ലക്ഷത്തിലധികം സ്ത്രീകളുടെ യാത്രയിലാണ് വർധനമുണ്ടായിരിക്കുന്നത്. ഇനി ഇന്നലത്തെ ദിവസം മാത്രം കേരളത്തിൽ സ്ത്രീകൾക്ക് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ സേവ് ചെയ്യുവാൻ പറ്റിയ തുക 1.43 ലക്ഷമാണ്. ഒറ്റ ദിവസം 1.43 ലക്ഷം രൂപ കേരളത്തിലെ സ്ത്രീകൾക്ക് സേവ് ചെയ്യുവാൻ കഴിഞ്ഞുവെങ്കിൽ ഒരു വർഷം എത്ര കോടിയാണ് എന്ന് നിങ്ങൾ സ്വയം കണക്ക് കൂട്ടി നോക്കൂ. ഈ ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ആകെ 10 കിലോമീറ്ററൊക്കെ ഓടുന്ന ചെറിയ ലോക്കൽ ബസ്സുകളല്ലേ, ഇതൊരു തട്ടിപ്പല്ലേ? ദീർഘദൂര യാത്ര ചെയ്യുന്ന സ്ത്രീകൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്യുമോ എന്നുള്ളതായിരുന്നു മറ്റൊരു കുത്തിത്തിരിപ്പ് ചോദ്യം. അതിനും മറുപടിയുണ്ട്. അപ്പോൾ പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് ഓർഡിനറി ബസ് ഉണ്ട്. ഏതാണ്ട് 132 കിലോമീറ്ററാണ് ആ ബസ് യാത്ര ചെയ്യുന്നത്. അതിലെ യാത്ര തികച്ചും സൗജന്യമാണ്. അതല്ല എങ്കിൽ ഏതാണ്ട് 120 രൂപയ്ക്കടുത്താണ് അതിന്റെ ടിക്കറ്റ് സാധാരണഗതിയിലാകുന്നത്. അപ്പോൾ അതിൽ സ്ഥിരമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഒരു ദിവസം ലാഭിക്കുവാൻ കഴിയുന്നത് 240 രൂപയാണ്. ഇത് ലാഭമല്ലേ? മാത്രമല്ല, ഓർഡിനറി ബസ് എന്ന് പറയുമ്പോൾ ഓർഡിനറി ബസ്സുകൾ വരും, ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി വരും, ഫെയർ സ്റ്റേജ് ഓർഡിനറി ബസ്സുകൾ വരും, ഫെയർ സ്റ്റേജ് ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി ബസ്സുകൾ വരും, ഗ്രാമവണ്ടികൾ വരും, ടൗൺ ടു ടൗൺ ബസ്സുകൾ വരും. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും ഏതെങ്കിലും റൂട്ടിൽ ബസ്സുകളില്ല എങ്കിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ CP ജോൺ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഗ്രാമവണ്ടികൾ ആരംഭിക്കാം. ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ഇനിഷ്യേറ്റീവ് എടുത്താൽ സ്ത്രീകൾക്ക് യാത്ര ചെയ്യുവാനുള്ള ഏതൊരു റൂട്ടിലേക്കും ബസ്സുകൾ എത്തിക്കുവാൻ KSRTC തയ്യാറാണ് എന്നും
KSRTC മന്ത്രി തന്നെ പറയുന്നുണ്ട്. അപ്പോൾ എവിടെയാ പ്രശ്നം ഉണ്ടാകുന്നത്? ഈ പദ്ധതിയെ പൂർണ്ണമായി അട്ടിമറിക്കാൻ CPM മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമായിരുന്നു ഇത് KSRTC നഷ്ടത്തിലാക്കും, KSRTC ജീവനക്കാരുടെ ജീവിതത്തെ ആകെ താറുമാറാക്കും. സത്യമാണ്, പച്ചക്കള്ളാണ്. ഈ പദ്ധതി നടപ്പിലാക്കുന്ന വഴി KSRTCക്ക് 1 രൂപ പോലും നഷ്ടമില്ല. ഉദാഹരണത്തിന്, ഒരു സ്ത്രീ യാത്ര ചെയ്യുകയാണ്, അവർക്ക് 60 രൂപയുടെ ടിക്കറ്റായി എന്ന് വിചാരിച്ചു. ആ 60 രൂപ സ്ത്രീക്ക് സൗജന്യമായി കൊടുക്കുമ്പോൾ KSRTC അതിൻ്റെ നഷ്ടം സഹിക്കേണ്ട. ആ 60 രൂപയും മെഷീനിൽ കാണിക്കുന്ന തുക സംസ്ഥാന സർക്കാർ KSRTC കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾക്ക് ലാഭമാണ്, KSRTCക്ക് ആ പണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് KSRTC ഒരു തരത്തിലും ഇത് ബാധിക്കുന്നുമില്ല. നഷ്ടമില്ല എന്ന് മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടുകൂടി KSRTCക്ക് കൂടുതൽ ലാഭം ഈ മേഖലയിൽ നിന്നുണ്ടാകാൻ പോവുകയാണ്. കാരണം യാത്രക്കാരില്ലാത്തതിൻ്റെ പേരിൽ നിർത്തിവെക്കപ്പെട്ട പല സർവീസുകളുമുണ്ട്. ഈ സൗജന്യ യാത്രാ പദ്ധതി വരുന്നതോട് കൂടിയിട്ട് ആ സർവീസുകൾ വീണ്ടും ചാലുവാകും. അപ്പോൾ KSRTCക്ക് ആ മേഖലയിൽ നിന്ന് വരുമാനം ലഭിക്കാൻ പോവുകയാണ്. ഇനി യാത്രക്കാരുടെ എണ്ണം കൂടുന്നതനുസരിച്ച് ജീവനക്കാർക്കും ഗുണമാണ്. ജീവനക്കാർക്ക് അവരുടെ ഡ്യൂട്ടി കൂടുതലായി കിട്ടും. ഇപ്പോൾ സർവീസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മുടങ്ങിപ്പോയ ഡ്യൂട്ടികളെല്ലാം അവർക്ക് തിരിച്ചു കിട്ടാൻ പോവുകയാണ്. മാത്രമല്ല, കൂടുതൽ സ്ത്രീകൾ യാത്ര ചെയ്യുന്നതോട് കൂടിയിട്ട് അവരുടെ അലവൻസും കമ്മീഷനുമെല്ലാം വർദ്ധിക്കുവാനും പോവുകയാണ്. KSRTC നഷ്ടത്തിലാകും എന്ന് ഇവർ പറയുന്നത് കേട്ടാൽ തോന്നും ഇവർ 10 വർഷം ഭരിച്ച് KSRTC ഇപ്പോൾ ലാഭത്തിലാണ്. സത്യത്തിലുള്ള കണക്കറിയൂ, KSRTC ഒരു വർഷം 800 മുതൽ 1000 കോടി വരെ നഷ്ടത്തിലാണ്. അക്യൂമുലേറ്റീവ് നഷ്ടമെന്ന് പറയുന്ന KSRTC ഇന്നത്തെ ദിവസം 16,000 കോടി രൂപ നഷ്ടത്തിൽ പോകുന്ന ഒരു പൊതുഗതാഗത മാധ്യമ സ്ഥാപനമാണ്. മാത്രമല്ല, ഇനി ഒരു പൊതുഗതാഗത സ്ഥാപനം അത് നഷ്ടത്തിലായാലും വലിയ കുഴപ്പമൊന്നുമില്ല. കാരണം ജനങ്ങൾക്കുള്ളൊരു സർവീസാണത്. ഇപ്പോൾ കേരളത്തിലെ സർക്കാർ കോളേജുകൾ, ആ സർക്കാർ കോളേജുകൾ സാമ്പത്തികമായി ലാഭകരമല്ല എന്ന് കരുതിയിട്ട് സമൂഹത്തിന് നഷ്ടമുണ്ടോ? ഇല്ല. കാരണം അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സർവീസാണ്. അതുപോലെ KSRTCയും ഒരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം എന്ന നിലയിൽ അത്തരത്തിലുള്ള നഷ്ടങ്ങളൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ഇനി ജീവനക്കാരോട്ടുള്ള ഇവരുടെ കൺസേൺ ഒക്കെ കാണുമ്പോൾ കേരളത്തിൽ KSRTCയിൽ പുതിയ നിയമനങ്ങൾ നടത്താതെ K-Swift വഴി താൽക്കാലിക ജീവനക്കാരെ കുത്തിനിറച്ച സർക്കാരായിരുന്നു വിജയന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ. കേരളത്തിലെ 22,000-ഓളം വരുന്ന KSRTC ജീവനക്കാർക്കും 7,000-ഓളം വരുന്ന താൽക്കാലിക ജീവനക്കാർക്കും ഈ സൗജന്യ യാത്രാ പദ്ധതിയിലൂടെ 1 രൂപയുടെ പോലും നഷ്ടമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, 1 രൂപയെങ്കിലും അവർക്ക് അധികത്തിൽ കിട്ടും. ഇനി ഇതിനെ ചോദ്യം ചെയ്യാൻ 2 മാസം വരെ ഈ KSRTC ജീവനക്കാരുടെ ശമ്പളം മുടക്കിയ, 1-ാം തീയതി ശമ്പളം കൊടുക്കാതെ 15-ാം തീയതിയും 16-ാം തീയതിയും ഒക്കെ ശമ്പളം കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങളുടെ സർക്കാരിൻ്റെ പാർട്ടിക്ക് ഒരവകാശവുമില്ല. നിങ്ങളുടെ കാലത്ത് പെൻഷൻ കിട്ടാത്തതിൻ്റെ പേരിൽ 100 കണക്കിന് KSRTC പെൻഷനേഴ്സാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നിങ്ങൾ മറന്നാലും ഞങ്ങൾ ഒന്നും മറക്കാൻ പോകുന്നില്ല. നാട്ടിൽ എന്ത് നല്ല കാര്യം നടന്നാലും കുത്തിത്തിരിപ്പുമായി ഇറങ്ങുന്ന ചില ശകുനം മുടക്കികളുണ്ട്. അവരിൽ ചിലർ മാധ്യമപ്രവർത്തകരുടെ കൂട്ടത്തിലുമുണ്ട്. അത്തരത്തിലുള്ള ചില ആളുകൾ ഇന്നലെ കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ ഭാഗമാകാതിരിക്കാൻ തിരുവനന്തപുരം ജില്ലയിലെ ഓർഡിനറി ബസ്സുകൾക്ക് മുകളിൽ സിറ്റി ബസ് എന്ന് പുതിയ സ്റ്റിക്കർ ഒട്ടിച്ചു അത്രേ. ഇത് സത്യമാണ്, പച്ചക്കള്ളമല്ലേ? മാധ്യമപ്രവർത്തകർ എന്ന് നിങ്ങളെ വിളിക്കാമോ എന്നറിയില്ല, എങ്കിലും ചോദിക്കാം, മനുഷ്യരെന്ന നിലയിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിയുമോ? തിരുവനന്തപുരം ജില്ലയിൽ ഇന്നലെ വരെ ആകെയുള്ള ഓർഡിനറി ബസ്സുകളുടെ എണ്ണം 687. ആ കൗണ്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ വരെ ആകെയുള്ള സിറ്റി ബസ്സുകളുടെ എണ്ണം 284. അതിൽ നിന്നൊരു ബസ് പോലും കൂടിയിട്ടുമില്ല. എന്താ ഈ 2 ബസ്സുകൾ തമ്മിലുള്ള വ്യത്യാസം? ഓർഡിനറി ബസ്സാണ് എങ്കിൽ കേരളത്തിൽ എവിടെയും മിനിമം ഫെയർ 10 രൂപയാണ്. പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1 രൂപയും. സിറ്റി ബസ് ആകുമ്പോൾ 2022 ആണ്ട് മുതൽ മിനിമം ചാർജ് എന്ന് പറയുന്നത് 12 രൂപയും പിന്നീടുള്ള ഓരോ കിലോമീറ്ററിനും 1.3 പൈസയുമാണ്. അതായത് സിറ്റി ബസ് ഓർഡിനറി ബസ് അല്ല. അതുകൊണ്ടാണ് പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിൽ ആ ബസ്സുകൾ ഉൾപ്പെടാതിരിക്കുന്നത്. ഇനി എന്തിനാ സ്റ്റിക്കർ ഒട്ടിച്ചത്? ഈ ബസ്സുകളുടെ എല്ലാം പെയിന്റ് ഒന്നാക്കി മാറ്റി. അപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാകും. ആളുകൾ ഓർഡിനറി ബസ്സാണ് എന്ന് കരുതി സിറ്റി ബസ്സിൽ കയറും. അപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭ്യമാകില്ല. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ സ്ത്രീകളെ സഹായിക്കുവാൻ വേണ്ടിയിട്ടാണ് സിറ്റി ബസ് എന്ന സ്റ്റിക്കർ സിറ്റി ബസ്സുകളിൽ പതിപ്പിച്ചത്. അങ്ങനെ ആളുകളെ സഹായിക്കാൻ ഇറങ്ങിയതിനെ കോലിട്ടിളക്കാനായിട്ട് വന്നിരിക്കുന്ന ആ മാധ്യമപ്രവർത്തകരെ ജനങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. അപ്പോഴേ കേരളത്തിലെ CPMകാരും BJPക്കാരും കരച്ചിൽ തുടരുക. അവരുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയ മാധ്യമപ്രവർത്തകരിൽ ചിലർ കുത്തിത്തിരിപ്പും തുടരുക. നിങ്ങളുടെ കരച്ചിലും കുത്തിത്തിരിപ്പും ഒക്കെ തുടരുന്നതിനിടയിൽ കേരളത്തിലെ സ്ത്രീകൾ, നിങ്ങളുടെ വീട്ടിലേക്കുള്ള സ്ത്രീകൾ അടക്കം ചിരിച്ചുകൊണ്ട് അവർ അമ്പലങ്ങളിൽ പോകും, പള്ളികളിൽ പോകും, ആശുപത്രികളിൽ പോകും, പഠിക്കാൻ പോകും, തൊഴിലിടങ്ങളിൽ പോകും, സിനിമ കാണാൻ പോകും, അവർക്ക് പോകേണ്ട ഇടങ്ങളിലെല്ലാം പോകും. അതുവഴി സ്ത്രീ ശാക്തീകരണം ഈ നാട്ടിൽ ശക്തമാകും. നിങ്ങൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ കലാപം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുക. അതിനൊക്കെയിടയിൽ അതിശക്തമായി ജനകീയ സർക്കാർ ശ്രീ VD സതീശൻ്റെ നേതൃത്വത്തിൽ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും.
ആ കൊടുങ്കാറ്റിൽ നിങ്ങൾ നുണകൊണ്ട് കെട്ടിപ്പൊക്കിയ കോട്ട കൊത്തളങ്ങളെല്ലാം തകർന്നടിയും എന്ന് നിങ്ങൾക്ക് സംശയമുണ്ട് എങ്കിലും ഞങ്ങൾക്ക്